ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് റിയാക്ഷൻ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളുള്ളത് എയർപോർട്ടിലാണ്. ഇന്ന് ഇക്കാൻ്റെ ഉമ്മ വരുന്നുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. ഇക്ക അപ്പോൾ ഇക്കാൻ്റെ രണ്ട് ഏട്ടന്മാർക്ക് ആർക്കും അറിയില്ല. ഇക്കാടെ ഒരു ഏട്ടൻ്റെ ഫാമിലിയും ഉണ്ട്, അവർക്കും അറിയില്ല. അപ്പോൾ അവരിന്ന് റൂമിലേക്ക് വിളിച്ചിട്ട് രാത്രി സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല, നോക്കാം. ഇപ്പം സമയം 3:30 മണി. 3:30 മണിക്കാണ് ലാൻഡിങ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. പാർക്കിങ്ങിൽ തന്നെ ഉണ്ടത്ര. ബാക്കി ഞാനിനി വരുന്നതെല്ലാം കാണിച്ചു. എവിടെ പോകുന്നു? ദുബാന ഉറക്കില്ല, അങ്ങനെ എണീച്ചുകൊണ്ടെന്ന് തോന്നുന്നു. ഓതുന്നു പ്രാണൻ ഈ ജന്മസൂനം നീ തന്ന ദാനം. അങ്ങനെ ഉമ്മ സേഫായിട്ട് എത്തി, അൽഹംദുലില്ലാ. ഒരു മോർണിംഗ് 5:30-6 മണി ആ ഒരു സമയത്താണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയിട്ടുണ്ടായത്. ഇന്ന് ഉമ്മ വന്ന സന്തോഷത്തോടൊപ്പം തന്നെ ഇന്നൊരു സങ്കടവും ഉണ്ട്. ദുആൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവിടെ നിന്ന് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് നാട്ടിലേക്ക് പോക്കായി. ഇനിയപ്പോൾ കാണില്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല. അത് കണ്ടപ്പം എനിക്കൊരു സങ്കടമായി. നമ്മൾ മോർണിംഗ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് കുറച്ച് ഉറങ്ങി. അതിന് ശേഷം ഉച്ചക്ക് എണീച്ച് ഫുഡൊക്കെ ആക്കി കഴിച്ചു. ഇപ്പോൾ ഈവനിങ് ആണ്. അപ്പം 2 ഏട്ടന്മാരെയും വിളിച്ചിട്ടുണ്ട്. ഒരാളിപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞിന്. അപ്പം റിയാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു നമ്മളെല്ലാവരും. വീഡിയോ ഉണ്ടേ, വ്ളോഗ് ഉണ്ട്. നിന്റെ വഴിയിൽ പൂവിരിക്കാൻ തെന്നൽ പോലെ ഞാൻ വരും, തെന്നൽ പോലെ ഞാൻ വരും. ഇനി നീയൊരിക്കൽ തിരികെ വരാനായി നോമ്പു നോക്കുന്നു ഞാൻ. എന്നും നീ പൊന്നും. അടുത്ത ആള് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളെ റിയാക്ഷൻസ് ഒക്കെ ഒരു ഫാമിലി തന്നെയാണ്. നമ്മളെ നെക്സ്റ്റ് ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. വ്ളോഗ് അമ്മയ്യ അടിയിരിക്കേ ജീരിക്കും. നിന്നെ മീട്ടാ താനേറ്റു പാടാ. സുഖകരമൊരു നമ്പരം ആലാപനം. എങ്ങനെയുണ്ട് സർപ്രൈസ്? എങ്ങനെയുണ്ട് അമ്മായി സർപ്രൈസ്? ഇങ്ങനെ സർപ്രൈസും കരച്ചിലൊക്കെ കഴിഞ്ഞു. നല്ലൊരു ഓർക്കാൻ പറ്റിയ മൊമെൻറ്റ്സ് തന്നെയായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഉമ്മ നല്ല ബീഫും ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നെയ്ച്ചോറും പത്തലൊക്കെ ആക്കി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ അനിയൻ്റെ മോൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കും കൂടി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ഇത് അമ്മായിൻ്റെ ഏട്ടനാണ്. അപ്പോൾ അവിടത്തേക്കും പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്.
റഹമുറാഹിമേ ആലം പടച്ചോനേ. അസ്സലാമലൈക്കും. ഇതെപ്പോ വന്നിനി? ഇതെപ്പോ വന്നിനി? സസ്പെൻസ് അല്ല ഫുള്ള്. ആരോട് പറയണോന്നാ? ഇന്നലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ദുബായിലേക്ക് പോവേന്ന്. ഉമ്മാൻ്റെ അനിയനുണ്ട് ദുബായിൽ, അപ്പോൾ അവർക്കും കൂടി ഒന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവേന്ന്. ഈ ഒരു റിയാക്ഷൻസ് ഒക്കെ ഒരു പ്രൈസ്ലെസ് തന്നെയാണ്. നമ്മനറിയില്ല. അമ്മ ഇന്നലെ ആള് റൂം കൊണ്ട് ഒരാൾ അറിയില്ല ആരറിയില്ല. സുഖകരമൊരു നൊമ്പരം ആലാപനം. ഇനിയും 2-3 ആൾക്കാരെ കാണാനുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇത് സൈഫാടെ ബർത്ത്ഡേ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും പാർട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തവർക്കുള്ള ഒരു സംഭവമാണ്. അപ്പം അന്നാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. പിന്നെ അച്ചിക്ക് ഞങ്ങൾക്ക് ഒരു കൊല ഈത്തപ്പഴം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അതിലുള്ള പഴുത്തതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഈത്തപ്പഴം മൂത്തത് പറിച്ചിട്ട് വെയിലത്ത് വെച്ചാൽ പഴുക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു കൊല മൊത്തം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ചെറിയ വിശേഷം. ബട്ട് മെമ്മറബിൾ വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.